പാതിരാത്രിയിലത്തെ വ്ലോഗാണ് കേട്ടോ. എൻ്റെ പൊട്ട് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ വടക്കാഞ്ചേരിയിലെ പ്യാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഉണ്ണിയുടെ പരിപാടിയാണല്ലോ, അപ്പോൾ അതിൻ്റെതായൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ വളയും മാലയും പൊട്ടും കമ്മലും ഒക്കെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയാൽ നമുക്ക് ഒന്നും വാങ്ങിക്കാതെ തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. അത്രയും അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ രാത്രിയിലത്തെ വ്ലോഗിലേക്ക് എടുക്കട്ടെ. നമ്മുടെ കുഞ്ഞിച്ചേക്കൻ നല്ല ഉറക്കാണ്. എനിക്ക് അച്ഛന്ന് കുറേ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമയം ഒരു 12 മണിക്ക് ആകുമ്പോഴാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. അതിന് മുന്നേ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശർത്ത് കഴിഞ്ഞ് വെച്ചെങ്കിൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ സുഖം ഉണ്ടായിരുന്നു. കുളിച്ചിട്ട് നേരെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റൂട്ടോ. അങ്ങനെ എൻ്റെ കുളിക്ക് കഴിഞ്ഞു. നമ്മുടെ ആദർശേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. ആദർശേട്ടൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പാൽ അവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് വേഗത പാല് കുടിക്കാനുണ്ട്. അപ്പോൾ പാലിലാകെ മറ്റേ പാട കിട്ടിയിട്ട് ഇരിക്കുന്നത്. അതാച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. ചേട്ടനെ കിட்ட എത്താത്ത കാരണം ഇവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഇവർ വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ കുടിക്കാനുള്ള ചൂടുവെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗത ഫ്ലാസ്കിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഗ്യാസുമ്പോൾ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ അടുത്ത് ജസ്റ്റ് എത്തിച്ച് നോക്കിയപ്പോൾ അവൻ്റെ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെടുത്ത് പാലൊക്കെ കൊടുത്തിട്ട് അവനത് പുറത്തിട്ട് തട്ടിയിട്ട് പിന്നെ അങ്ങനെ എടുത്ത് കഴിഞ്ഞു വെച്ചാൽ അവൻ പിന്നെ തനിയെ ഉറങ്ങിക്കോളൂ കേട്ടോ. എന്നും ഈ ഒരു സ്വഭാവം ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കട്ടെ. സമയം 1:20 നമ്മൾ ആരും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ അമ്പലത്തിൽ കളായിട്ട് അവിടെയാണ്. അങ്ങനെ അമ്മ ചേട്ടനെ വിളിച്ചു നോക്കിയപ്പോൾ ചേട്ടൻ ഇവിടെ എത്താറായി, എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കുമോ, ചേട്ടൻ ഫുഡ് കഴിച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇവിടെ മാഗി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചേട്ടനെ വേഗം മാഗി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഗി സെറ്റ് ആക്കിയിട്ട് വെച്ചു. അങ്ങനെ ചേട്ടൻ വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇപ്പോൾ എവിടേക്കാണ് പോയെന്ന് എല്ലാവരും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അത് സസ്പെൻസ് ആണ്, ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇതേ മാഗിയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ പോയി കിടന്നു കേട്ടോ. നമ്മുടെ ചെക്കൻ നല്ല ഉറക്കാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.